Good morning, students. So, in the last class, we have seen how to convert a decimal number to binary. We have used a repeated division method, that is to convert a decimal to binary, that is dividing the decimal number by 2 and grouping all the reminders from last to first. Okay, in today's class, we can see how to convert a decimal to octal and a decimal to hexadecimal number. The same method is used, that is repeated division method. But for converting a decimal to octal, we have to divide the decimal number by 8. And for converting a decimal to hexadecimal number, we have to divide the decimal number by 16. Okay, so this is a difference. So we can start the class and listen to the class carefully. Okay, thank you. Students, so in the last class, we have seen how to convert a decimal number to binary. That is decimal to binary conversion. Okay, in today's class we can discuss about decimal to octal conversion and also decimal to hexadecimal conversion. Okay, here also we are using the repeated division method. In last class we have seen that to convert a decimal number to binary we use the repeated division method, that is there we divided the decimal number by 2. Okay, here in decimal to octal conversion the same procedure is used, that is repeated division method, but here we are dividing the decimal number with 8. Okay, the number is divided by 8 and the reminders are noted, and the octal number is obtained by grouping all the reminders from the last to the first reminder. Okay, സെയിം പ്രൊസീജിയർ തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവിടെ ആണെങ്കിൽ ഡെസിമൽ നമ്പറിനെ 8 വെച്ച് ഡിവൈഡ് ചെയ്യണ്ടേ. 8 വെച്ച് ഡിവൈഡ് ചെയ്തതിന് ശേഷം എല്ലാ റിമൈൻഡേഴ്സ്, അതായത് കിട്ടിയ റിമൈൻഡേഴ്സ് ലാസ്റ്റ് റിമൈൻഡർ തൊട്ട് ഫസ്റ്റ് റിമൈൻഡർ വരെ ഗ്രൂപ്പ് ചെയ്യുക. ഗ്രൂപ്പ് ചെയ്തിട്ട് നമുക്കതിൻ്റെ ഒക്ടൽ ഈക്വലൻറ്റ് നമ്പർ കിട്ടും. ആ ഡെസിമൽ നമ്പറിൻ്റെ ഈക്വലൻ്റ് ആയിട്ടുള്ള ഒക്ടൽ നമ്പർ കിട്ടും. ഓക്കെ, ഇനി റിമൈൻഡേഴ്സ് എന്ന് പറയുന്നത് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡേഴ്സ് ഒന്നെങ്കിൽ 0, 1, 2, 3, 4, 5, 6 അല്ലെങ്കിൽ 7 ആയിരിക്കും. ഇതിലേതെങ്കിലും ഒരെണ്ണമായിരിക്കും റിമൈൻഡറായിട്ട് കിട്ടുന്നത്. ഓക്കെ, കാരണം എന്താ, ബിക്കോസ് ഒക്ടൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയല്ല. ഒക്ടൽ നമ്പേഴ്സ് ആർ ഫ്രം 0 to 7. സോ the reminders will be from 0 to 7. Any of these numbers will be the remainder. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. 125 to the base 10. 125 to the base 10 is equal to dash to the base 8. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ മനസ്സിലാക്കുക, ഇത് ഡെസിമൽ നമ്പറാണ് ബേസ് നോക്കുക. ബട്ട് ഈ ഡെസിമൽ നമ്പറിന് ഒക്ടൽ നമ്പറോട്ട് കൺവേർട്ട് ചെയ്യും. ഒക്ടൽ നമ്പറിൻ്റെ ബേസ് എന്താ 8. So this decimal number should be converted to the octal number 8. അല്ലെങ്കിൽ ഇങ്ങനെയും ചോദിക്കും, അല്ലെങ്കിൽ find the octal equivalent of the decimal number 125. Okay, so we can start. 125ൻ്റെ octal equivalent കാണാനായിട്ട് divide the decimal number by 8 വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും ഇവിടെ? 8 12 എത്ര ടൈംസ് ഉണ്ട്? 1 ടൈം, then 15. ഓക്കെ, then റിമൈൻഡർ വിൽ ബി 5. ഓക്കെ, then വീണ്ടും അതിനെ 8 വെച്ച് ഡിവൈഡ് ചെയ്യുക. വീണ്ടും റിമൈൻഡർ എത്ര ആകും? ഡിവിസിബിൾ ബൈ 1 ടൈം റിമൈൻഡർ വിൽ ബി 7. ഓക്കെ, ഇനി ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 8 0, റിമൈൻഡർ വിൽ ബി 1. ഓക്കെ, സോ ദ റിമൈൻഡേഴ്സ്, ഈ റിമൈൻഡേഴ്സ് എന്ന് പറയാം 175. ഇപ്പോൾ ലാസ്റ്റ് റിമൈൻഡർ 1, ലാസ്റ്റ് റിമൈൻഡർ തൊട്ട് ഫസ്റ്റ് റിമൈൻഡർ വരെ തന്നെ ഗ്രൂപ്പ്. ലാസ്റ്റ് റിമൈൻഡർ എന്ന് പറയുന്നതായിരിക്കും MSD, ദാറ്റ് ഈസ് എ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്, ആൻഡ് ദ ലാസ്റ്റ് റിമൈൻഡർ ഫസ്റ്റ് റിമൈൻഡർ വിൽ ബി ദ LSD. അപ്പം ഈ 125 എന്ന ഡെസിമൽ നമ്പറിൻ്റെ ഒക്ടൽ ഇക്വലൻ്റ് ആണ് 175. അപ്പോൾ റിമൈൻഡേഴ്സ് എടുത്ത് എഴുതുമ്പോൾ ലാസ്റ്റ് റിമൈൻഡർ ലാസ്റ്റിൽ നിന്ന് ഫസ്റ്റിലോട്ട് പോകേണ്ടത് 175. ഓക്കെ, ദിസ് വിൽ ബി ദ ഒക്ടൽ ഇക്വലൻറ്റ് നമ്പർ ഓഫ് ദ ഡെസിമൽ നമ്പർ 125. ഓക്കെ, അപ്പോൾ ഇത് ഡിവിഷൻ സാധാരണ നിങ്ങൾ ഡിവൈഡ് ചെയ്യുന്ന പോലെ 125നെ 8 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഓക്കെ, 125 ഡിവൈഡ് ബൈ 8 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 15 കിട്ടും. അങ്ങനെ ഡിവൈഡ് ചെയ്ത് നോക്കുക. അതിന് റിമൈൻഡർ നോക്കുമ്പോൾ 5 കിട്ടും. ഓക്കെ, അതാണ് ഇവിടെ ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് 400 to the base 10 ഈക്വൽ ടു ഡാഷ്
to the base 8. അതായത് ഡെസിമൽ നമ്പർ 400 ഡെസിമൽ നമ്പറിൻ്റെ octal equivalent നമ്പർ കണ്ടുപിടിക്കുക. Find out the octal equivalent number of the decimal number 400. Okay, so for that we have to divide 400 by decimal number octal number to convert ചെയ്യാനായിട്ട് divide by 8, division by 8. ഓക്കെ, എന്നിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 8 ഡിവൈഡ് ചെയ്യുമ്പം ഇവിടെ എത്ര കിട്ടും? ഇവിടെ 4 times 40 എന്ന് പറയുമ്പം 5 times 0, remainder will be 0. Okay, then again divide by 8 വെച്ച് വീണ്ടും ഡിവൈഡ് ചെയ്യുമ്പം how much times? 6 times. Okay, 6 times, remainder will be 2. 8 into 6 48 അല്ലേ? അപ്പോൾ 48 times 48 റിമൈൻഡർ കിട്ടുന്ന 2 ആയിരിക്കും. ഇനി 8 വീണ്ടും ഡിവൈഡ് ചെയ്യുമ്പം ഡിവിഷൻ ചെയ്യാൻ പറ്റുമോ? 6 വെച്ചിട്ട് ഡിവിഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ 0 ഇട്ട് കൊടുക്കുക. 0 ഇടുമ്പം എന്തായിരിക്കും? റിമൈൻഡർ വിൽ ബി 6. ഓക്കെ, അതായത് സാധാരണ നിങ്ങൾ ഡിവൈഡ് ചെയ്തില്ലേ 400 ഡിവൈഡഡ് ബൈ 8 ഡിവൈഡ് ചെയ്തില്ലേ? 400 എത്ര ടൈംസ് ഉണ്ട്? 4 ഇല്ലാത്തതുകൊണ്ട് 40 എടുക്കുക. 40 എന്ന് പറയുമ്പോൾ എത്ര ടൈംസ് ഉണ്ട്? 5 ടൈംസ് ആകുമ്പോൾ 40, 0. ഓക്കെ, വീണ്ടും 0 ആകുമ്പോൾ ഇവിടെ 0, 50. പിന്നെ റിമൈൻഡർ എന്ന് പറയുന്നത് 0. ആ കോഷ്യൻ്റ് പാർട്ട് ഇവിടെ എഴുതി 0 റിമൈൻഡർ ഇവിടെ എഴുതുക. ഓക്കെ, വീണ്ടും 50 ഡിവൈഡ് 8 വെച്ചിട്ട് അപ്പം 6 times ആണ് 48. 6 into 8 48, റിമൈൻഡർ വിൽ ബി 2. ഓക്കെ, വീണ്ടും ഇതിന് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇവിടെ 0 എന്ന് ഇടുക, 6 എന്ന് ഇടുക. അപ്പം എന്നിട്ട് octal നമ്പർ കണ്ടുപിടിക്കും ഗ്രൂപ്പ് ഫ്രം ലാസ്റ്റ് റിമൈൻഡർ ടു ദ ഫസ്റ്റ് റിമൈൻഡർ. സോ ദി ആൻസർ വിൽ ബി 400 to the base 10 is equal to 620 to the base 8. ഇതാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ ലാസ്റ്റ് റിമൈൻഡർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ലാസ്റ്റ് റിമൈൻഡർ വിൽ ബി ദ MSD. ഓക്കെ, ആൻഡ് ഫസ്റ്റ് റിമൈൻഡർ വിൽ ബി ദ LSD. ഓക്കെ, സോ ഇങ്ങനെയാണ് ഒരു ഡെസിമൽ നമ്പറിനെ ഒക്ടൽ നമ്പറോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഫോർ ദിസ് മെത്തേഡ് യു ഹാവ് ടു ഡിവൈഡ് ദ ഡെസിമൽ നമ്പർ ബൈ 8 ആൻഡ് ഗ്രൂപ്പ് ഓൾ ദ റിമൈൻഡേഴ്സ് ഫ്രം ദി ലാസ്റ്റ് ടു ദി ഫസ്റ്റ്. Okay, so the reminders obtained will be will be from 0 to 7. ഏതെങ്കിലും ഒരു നമ്പർ ആയിരിക്കും 0 തൊട്ട് 7 വരെയുള്ള ഏതെങ്കിലും ഒരു നമ്പർ ആയിരിക്കും റിമൈൻഡർ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഡെസിമൽ ടു ഹെക്സാഡെസിമൽ കൺവേർഷൻ. അപ്പോൾ സെയിം മെത്തേഡ് ആൻഡ് റിപ്പീറ്റ് ഡിവിഷൻ മെത്തേഡ് എവിടെയാണ് ഉപയോഗിക്കുന്നത്? പക്ഷേ ഈ നമ്പറിനെ ഡെസിമൽ നമ്പറിനെ 16 വെച്ചിട്ടാണ് ഇവിടെ ഡിവൈഡ് ചെയ്യുന്നത്. ഡെസിമൽ ടു ഹെക്സാഡെസിമൽ അല്ലേ? അപ്പോൾ ഹെക്സാഡെസിമലിൻ്റെ ബേസ് എന്താ? ബേസ് എന്ന് പറയുന്നത് 16. സോ യു ഹാവ് ടു ഡിവൈഡ് ദ ഡെസിമൽ നമ്പർ വിത്ത് 16. ഓക്കെ, ഡെസിമൽ നമ്പർ is divided by 16 and all the reminders obtained is grouped from last to first to obtain the hexadecimal number. അപ്പോൾ ഹെക്സാഡെസിമൽ നമ്പർ കിട്ടണമെങ്കിൽ എല്ലാ റിമൈൻഡേഴ്സിനെയും ലാസ്റ്റ് തൊട്ട് ഫസ്റ്റ് വരെ ഗ്രൂപ്പ് ചെയ്യുക. ഓക്കെ, വിൽ ഗെറ്റ് ദി ഹെക്സാഡെസിമൽ നമ്പേഴ്സ്. ദെൻ ദ റിമൈൻഡേഴ്സ് വിൽ ബി 0 1 2 3 4 5 6 7 8 9. ആഫ്റ്റർ 9 A B C D E or F. ഇതായിരിക്കും ഇതിൻ്റെ റിമൈൻഡേഴ്സ് എന്ന് പറയുന്നത്. ABCD എന്ന് പറയുന്ന ഏത് നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? 10 11 12 13 14 15. അപ്പോൾ ഈ നമ്പേഴ്സ് വരുവാണെങ്കിൽ അതായത് 10 11 12 അപ് ടു 15 വരെ ഏതെങ്കിലും ഒരു നമ്പേഴ്സ് വരുവാണെങ്കിൽ അതിൻ്റെ പകരം A അല്ലെങ്കിൽ B C എന്ന് എഴുതുക. ഓക്കെ, 10 ആണെങ്കിൽ വരുന്നെങ്കിൽ റിമൈൻഡർ ആയിട്ട് വരുന്നെങ്കിൽ A എന്ന് എഴുതുക, 11 ആണെങ്കിൽ B എന്ന് എഴുതുക. അങ്ങനെ അതിൻ്റെ കറസ്പോണ്ടിങ് ആൽഫബറ്റ്സ് എഴുതുക. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കാം. 155. This is the decimal number 155 is equal to dash to the base 16. അപ്പം ഇതിൻ്റെ to convert a decimal number to the hexadecimal. Okay, convert decimal number to hexadecimal. So for converting decimal to hexa, we have to divide the number by 16. 16 വെച്ച് ഡിവൈഡ് ചെയ്യുക. 16 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പം ഇവിടെ എത്ര വരും? 15 times ഇല്ല, അപ്പം 155 9 times റിമൈൻഡർ വിൽ ബി 11. ഓക്കെ, വീണ്ടും 16 വെച്ച് ഡിവൈഡ് ചെയ്യും, വീണ്ടും ഡിവിഷൻ പോവില്ല, അപ്പം 0 9. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഡിവിഷൻ ചെയ്ത് നോക്കുമ്പം 9 ആയിരിക്കും കോഷനായിട്ട് കിട്ടുന്നത്. ഇവിടെ റിമൈൻഡർ 11 കിട്ടും. വീണ്ടും ഡിവിഷൻ പറ്റില്ല, അപ്പം ഇവിടെ 0 ഇടുമ്പം റിമൈൻഡർ വിൽ ബി 9. ഇനി അതിൻ്റെ റിമൈൻഡേഴ്സ് ഗ്രൂപ്പ് ചെയ്യുമ്പം ഫ്രം ലാസ്റ്റ് റിമൈൻഡർ എത്രയാണ് കിട്ടി? 9. ഫസ്റ്റ് റിമൈൻഡർ ഇസ് 11. സോ
the hexadecimal ഈ 11 ഇവിടെ കിട്ടി. അപ്പോൾ 11 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽഫബറ്റ് എത്രയാണ്? 11 കറസ്പോണ്ടിങ് ആൽഫബറ്റ് ഈസ് B. Okay, so here to write 155 to the base 10 is equal to 9. 11 പകരം B എന്ന് എഴുതണം. 11 എഴുതാൻ പറ്റില്ല കേട്ടോ, ബിക്കോസ് ഹെക്സാഡെസിമൽ 11 റെപ്രസെൻറ്റ് ചെയ്യുന്നത് B എന്ന ആൽഫബറ്റ് വെച്ചാണ്. സോ യു ഹാവ് ടു റൈറ്റ് ലൈക്ക് ദിസ്. Okay, this is the answer. Okay, so we can see another example. Find the hexadecimal equivalent of 380. 380 നമ്പറിൻ്റെ hexadecimal. അപ്പോൾ 380 hexadecimal കൺവേർട്ട് ചെയ്യണമെങ്കിൽ divide by 16. So you have to divide by 16. 38 how many times? 2 times 32, then 23. Okay, the remainder will be 12. Okay, 16 how many times? വീണ്ടും then divide ചെയ്യുക, വീണ്ടും 1 time, and the remainder will be 7. Okay, 16. ഇനിയും division is not possible, so 0, remainder will be 1. Okay, so you have to group the remainders from last to first. Here instead of 12 we have to write the corresponding alphabet. അപ്പോൾ 12 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? A എന്ന് പറയുന്നത് 10, B എന്ന് പറയുന്നത് 11, 12 will be C. Okay, so 380 to the base 10 will be equal to 17C to the base 16. So this is the answer. That is the hexadecimal equivalent of 380 is 17C to the base 16. So this is how to convert a decimal to hexadecimal equivalent. Okay, is it clear for you? If you have any doubts, you can ask me. I will give you homeworks. You have to submit the homeworks through my WhatsApp. Okay, so if I am winding the class, if you have any doubts, you can ask me. Okay, thank you.